إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസിനികൾ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിച്ചു പുലർത്തി തഖ്വയോട് കൂടി ജീവിക്കണേ എന്ന് എല്ലാ ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ദീനുൽ ഇസ്ലാം വമ്പിച്ച മഹത്വമാണ് നമസ്കാരത്തിന് നൽകിയിട്ടുള്ളത്. ഒരു മനുഷ്യൻ രണ്ട് ലോകത്തും അനുഭവിക്കുന്ന എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടോ അതിനുള്ള 100% പരിഹാരമാണ് നമസ്കാരം. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവാചകൻ പഠിപ്പിച്ച ഇബാദത്തുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠകരമായ ഇബാദത്താണ്. ഒരാൾ നമസ്കാരം ഒഴിവാക്കിയാൽ അയാൾ ദീനിൽ നിന്നും പുറത്താണ്. മറ്റു ഒരു അമലും ദീനിൽ നിന്നും അയാൾ ഒഴിവാക്കിയാൽ പുറത്തു പോകുന്ന പ്രശ്നമില്ല. അയാൾക്ക് അതിനുള്ള നിർബന്ധമായിട്ടുള്ള സകാത്തോ ഹജ്ജോ മറ്റേത് കർമ്മങ്ങളാകട്ടെ അയാൾ മുസ്ലിം ആയിക്കൊണ്ട് അറിയപ്പെടും. അള്ളാഹുവിന്റെ കണക്കിൽ അയാൾ മുസ്ലിം ആയിരിക്കും. എന്നാൽ നമസ്കാരം ഒഴിവാക്കിയ ആൾ കാഫിറാണ് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ നമ്മളും നമ്മുടെ മക്കൾ, നമ്മുടെ കുടുംബം നമസ്കാരത്തിന്റെ വിഷയത്തിൽ പ്രിയമുള്ളവരെ, പ്രിയമുള്ള സഹോദരികളെ, അതീവമായ കണിശതയും ജാഗ്രതയും നമ്മൾ പാലിക്കേണ്ടതുണ്ട്. പലപ്പോഴും ആളുകൾക്ക് ഭാര്യയ്ക്ക് ഭർത്താവിനെക്കുറിച്ച്, ഭർത്താവിന് ഭാര്യയെക്കുറിച്ച് ദീനില്ലാത്തതിന്റെ പരാതി, മക്കൾക്ക് ദീനില്ല എന്ന് മാതാപിതാക്കൾ പറയുന്നു. അവരുടെ പോക്ക് ശരിയല്ല, നിലപാട് ശരിയല്ല, വറുതിയിൽ കിട്ടുന്നില്ല, പിടിച്ചോടത്തല്ല ഉള്ളത്, ഹറാമുകളുടെയും അതേപോലെ തന്നെ തോന്നിവാസങ്ങളുടെയും പിന്നാലെയാണ് പോകുന്നത്. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ നമ്മുടെ വീടകങ്ങളിലുള്ള ആളുകളെ കുറിച്ച് സങ്കടപ്പെടാറുണ്ട്. ഏത് പ്രശ്നത്തിനും പരിഹാരം നമസ്കാരം മാത്രമാണ്. ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. കൃത്യമായി നമസ്കാരമുള്ള ആൾ
ആ ആൾക്ക് അയാൾക്ക് നേരെ വരുന്ന ഹറാമുകളും തോന്നിവാസങ്ങളെയും ശക്തമായി തടുക്കാനുള്ള പരിച അല്ലാഹു സുബ്ഹാനഹു വ തആല നമസ്കാരം കൊണ്ട് സൃഷ്ടിക്കും. ചീത്തയായ തോന്നലുകൾ, ചീത്തയായ പ്രവർത്തനങ്ങൾ, ചീത്തയായിട്ടുള്ള സംസാരങ്ങൾ, ഒരു മനുഷ്യനെ മനുഷ്യനാക്കുന്ന, ഒരു മനുഷ്യനെ മൃഗത്തിൽ നിന്നും മാറ്റി നിർത്തുന്ന എന്തെല്ലാം ക്വാളിറ്റികളുണ്ടോ അതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നമസ്കരിക്കുന്ന 5 നേരം കൃത്യമായി അതൊരു കടമ നിർവഹിക്കുന്ന എന്നല്ല പറഞ്ഞത്, നമസ്കരിക്കുന്ന എന്നാണ് പറഞ്ഞത്. ഹാഫിളുസ്സലാ, നമസ്കാരം നിർവഹിക്കുക എന്നല്ല അതിന്റെ അർത്ഥം. നമസ്കാരം മുറ പോലെ ചെയ്യുക, ചെയ്യുന്നത് കൃത്യമാവുക, അതിന്റെ അടക്കവും അനക്കവും. അതേപോലെ തന്നെ പുരുഷന്മാരാണെങ്കിൽ ജമാഅത്തിന് പള്ളിയിലെത്തുക എന്നുള്ളത് അവർക്ക് നിർബന്ധമാണ്, ഉദറില്ലെങ്കിൽ. ഇങ്ങനെ നമസ്കാരത്തിന്റെ എല്ലാ ഭാഗവും ശ്രദ്ധിക്കുന്ന മനുഷ്യന് അയാൾക്ക് ആ പറയപ്പെട്ട ദീനിന്റെ ക്വാളിറ്റി ഉണ്ടാകും എന്ന് ഈ അധ്യാപനങ്ങൾ നമ്മളെ പഠിപ്പിച്ചു തരികയാണ്. ഇങ്ങനെ ഇബാദത്തുകൾ ചെയ്യാനാണ് സഹോദരന്മാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഇവിടെ സൃഷ്ടിച്ചിട്ടുള്ളത്. കുറെ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് നിസ്കരിക്കാനും നേരമില്ല, കച്ചവടത്തിന്റെ പിന്നാലെയാണ്. അതേപോലെ തന്നെ ദുനിയാവിന്റെ രസങ്ങളും ടൂറും വിനോദങ്ങളും, ഇങ്ങനെ മനുഷ്യൻ രസിച്ച് രമിച്ചും സുഖിച്ചും ബിസിനസിന് വേണ്ടിയിട്ടും അതേപോലെ തന്നെ ദുനിയാവിന്റെ ശുഗലുകൾക്ക് വേണ്ടി ഓടിക്കിടച്ചു മനുഷ്യന്മാര് മണ്ടിപ്പായുകയാണ്. ഇതിന്റെ ഇടയിൽ ഏതോ ഒരു സമയത്ത് അള്ളാഹു നിശ്ചയിച്ച സമയത്തും സ്ഥലത്തുമാകുമ്പോൾ തിരിച്ചു പോകേണ്ടി വരും. അപ്പോൾ പാത്രത്തിലൊന്നും ഉണ്ടാവുകയില്ല കൊണ്ടുപോകാൻ. അതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. എന്നാൽ ഇബാദത്തുമായി കെട്ടിപ്പിണഞ്ഞു കഴിയുന്ന ആളുകൾ, ഇബാദത്തുമായി ജീവിക്കുന്ന ആളുകൾ, അവരുടെ ശരീരത്തിൽ ഇബാദത്തിന്റെ അടയാളങ്ങൾ ഉണ്ടാകും. അതേപോലെ തന്നെ അവരുടെ പെരുമാറ്റത്തിൽ ഇബാദത്തിന്റെ അടയാളങ്ങൾ ഉണ്ടാകും, മനസ്സിന്റെ ഉള്ളിലുണ്ടാകും. അവരുടെ ഉള്ളും പുറവും ഒരുപോലെ ആയിരിക്കും. നമ്മുടെ പുറം നല്ല ഭംഗിയാണ്. ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിന്ന് ഖുതുബ പറയുന്ന ആളാണ്, നിങ്ങൾ കേട്ട് പള്ളിയിലെത്തി, നേരത്തെ തന്നെ പള്ളിയിലെത്തിയ ആളുകളാണ്, എല്ലാവരും മാന്യന്മാരാണ്. പക്ഷേ നമ്മൾ ആരാണ് എന്നുള്ളത് അല്ലാഹ് കഴിഞ്ഞാൽ നമുക്ക് ആണ് അറിയുക. നമ്മൾ ആരാണ്, ഈ പറയുന്ന ഞാൻ ആരാണ്, കേൾക്കുന്ന നിങ്ങൾ ആരാണ്. കാരണം നമ്മുടെ രഹസ്യ ജീവിതത്തിൽ നമ്മൾ ആരാണോ അതാണ് നമ്മൾ. ഉള്ളു വേറൊന്നാണ്, പുറത്ത് വേറൊന്നാണ്. ഈ ഉള്ളും പുറവും ഒരുപോലെയാകുന്ന, ഉള്ളും പുറവും ഒരുപോലെയാകാൻ നമ്മളെ സഹായിക്കുന്നത് ഇബാദത്തുകളാണ്. പല ആളുകളും ദീനിയായിട്ടുള്ള സുന്നത്തുകളിൽ ഇങ്ങനെ ആളുകൾക്ക് വോൾട്ടേജ് കുറഞ്ഞു വരുന്നു, ശ്രദ്ധയും കണിശതയും ഇല്ലാതെയായി പോകുന്നു. ഒരുപാട് വിഷയങ്ങൾ ഓരോന്ന് പറയേണ്ടതില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, റബ്ബ് പറഞ്ഞിരിക്കുന്നു, യബ്ന ആദം തഫറഗ് ലി ഇബാദതി അംല സദ്റക ഐനാ. ആദമിന്റെ മകനെ, എനിക്ക് വേണ്ടിയുള്ള ഇബാദത്തിലേക്ക് നീ നിന്നെ മാറ്റിവെക്ക്. ഇബാദത്തിന് മുന്തിയ പ്രാധാന്യം നീ കൊടുക്ക്. നിന്റെ മനസ്സിൽ, അല്ലാഹ് പറയുകയാണ്, നിന്റെ മനസ്സിൽ ഞാൻ സന്തോഷമിട്ട് തരും, ഐശ്വര്യമിട്ട് തരും, എല്ലാവിധത്തിലുള്ള സുഖങ്ങളും അതേപോലെ തന്നെ നല്ല അനുഭവങ്ങളും അള്ളാഹു ഇട്ട് തരും. ആരാ പറയുന്നത്? അല്ലാഹ് പറഞ്ഞു എന്ന് റസൂലുള്ളാഹിയാണ് പറയുന്നത്. രണ്ടും കളവ് പറയാത്ത ആളുകൾ, മലിക്കുൽ ജബ്ബാറായ നാഥനും അതേപോലെ തന്നെ അള്ളാഹുവിന്റെ അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഇബാദത്തുമായി കഴിഞ്ഞുകൂടുന്ന, എന്നാൽ ദുനിയാവ് മറക്കണോ വേണ്ട, ജോലിയും അതേപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളിലും ശ്രദ്ധ വേണ്ട എന്നാണോ? അല്ല, അത് മുഅ്മിനിന്റെ സ്വഭാവത്തിൽപ്പെട്ടതാണ്. ഒരു മനുഷ്യൻ, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞല്ലോ, ഒരു മനുഷ്യൻ തന്റെ കുടുംബത്തെ പോറ്റാൻ വേണ്ടി അയാൾ ഇറങ്ങി പുറപ്പെടുകയാണെങ്കിൽ ഫീ സബീലില്ലാ, അല്ലാഹുവിന്റെ മാർഗത്തിലാണ്, ദീനിന്റെ മാർഗത്തിലാണ്, കൂലി കിട്ടുന്ന മാർഗത്തിലാണ്, അതിന് നിയ്യത്ത് വേണം. ഞാൻ എന്റെ കുടുംബം പോറ്റുക എന്നുള്ളത്, എന്റെ കുടുംബത്തെ, എന്റെ മക്കളെ, എന്റെ ഭാര്യയെ, എന്റെ മാതാപിതാക്കളെ പോറ്റുക എന്നുള്ളത് എന്റെ മതപരമായ ഉത്തരവാദിത്തമാണ് എന്ന് മനസ്സിലാക്കി തന്റെ വീട്ടിൽ നിന്നും രാവിലെ തന്റെ വണ്ടിയെടുത്ത് തന്റെ പടിപ്പുറ പടി കടന്ന് ഇറങ്ങിപ്പോവുകയാണെങ്കിൽ അയാൾക്ക് കൂലിയുണ്ട്. ആ പോക്കിനും വരവിനും അദ്ദേഹത്തിന്റെ കഷ്ടപ്പാടിനുമെല്ലാം കൂലിയാണ്. കാരണം ഞാൻ ഇബാദത്തിലാണ്. അങ്ങനെ പോകുന്നൊരു മനുഷ്യൻ കൊള്ളലാഭം എടുക്കുകയില്ല. കാരണം എന്റെ ഇബാദത്തിനെ ബാധിക്കും. എന്റെ ഉദ്ദേശം, എന്റെ പർപ്പസ് കേവലം പൈസ ഉണ്ടാക്കൽ മാത്രമല്ല, കാശുണ്ടാക്കണം, അതിൽ മുഖേന എന്റെ കുടുംബത്തെ തീറ്റണം, അതിന്റെ ഇബാദത്താണ്. അതുകൊണ്ട് ആൾക്കാരെ പറ്റിക്കാൻ പറ്റൂല, പലിശ വാങ്ങാൻ പറ്റൂല, കൊള്ളലാഭം എടുക്കാൻ പറ്റൂല, പൊയ്ത്തുവെപ്പ് നടത്താൻ പറ്റൂല, ഹറാമായ അല്ലെങ്കിൽ സാധനം കേടുവന്ന സാധനങ്ങൾ വിറ്റയിച്ച് കാശുണ്ടാക്കാൻ പറ്റൂല. കാരണം എന്തേ? എന്റെ ലക്ഷ്യം അതല്ല, കേവലം നാണയത്തുട്ടുകൾ ഉണ്ടാക്കുകയല്ല. ഇങ്ങനെ ഒരു ലക്ഷ്യം മനുഷ്യന് സെറ്റ് ചെയ്യാൻ സാധിക്കും.
അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, തഫറഗ ലി ഇബാദത്തി അംല സദ്റക ഗിനൻ, നീ എന്റെ ഇബാദത്തിന് വേണ്ടി മാറി നിന്നാൽ നിന്റെ മനസ്സിൽ ഞാൻ സമാധാനം ഉണ്ടാക്കി തരും, ഗിനം ഐശ്വര്യം ഉണ്ടാക്കി തരും. ബേജാറില്ല. സമ്പത്തിന്റെ വിഷയത്തിൽ, കുടുംബത്തിന്റെ വിഷയത്തിൽ, തന്റെ വിഷയത്തിൽ ഒന്നും ടെൻഷനില്ല. ഒക്കെ അല്ലാഹ് തീരുമാനിച്ച പോലെ നടക്കും. അൽഹംദുലില്ലാഹ് റാഹത്തായി പോകുന്നുണ്ട്. മറ്റേത് ടെൻഷനാണ്. എത്ര വലിയ കാശുകാരനാണെങ്കിലും, എത്ര വലിയ കാശ് വരാനുണ്ടെങ്കിലും AC റൂമിൽ ഇരുന്നിട്ട് വിയർക്കാണ്. സമാധാനമില്ല. ഉറങ്ങിയിട്ട് ഉറക്കം വരുന്നില്ല. കുറെ ബാധ്യതകളുണ്ട്, കുറെ അവിടെ കൊടുത്തിട്ടുണ്ട്, കുറെ കടം കിട്ടാനുണ്ട്, കടം കൊടുക്കാനുണ്ട്. ഒരുപാട് കാശ്, കോടികളുടെ ആസ്തിയുള്ള ആളാണെങ്കിലും ജീവിതത്തിൽ സമാധാനമില്ലാതെ ജീവിച്ചങ്ങോട്ട് മരിച്ച് പള്ളിക്കട്ട് കൊണ്ടുവച്ചു. എത്ര ആളുകൾ. എന്നാൽ അന്നാനത്തിന് പശി അടക്കി ചെറ്റക്കുടിയിൽ കഴിഞ്ഞ് കിടന്നുറങ്ങി സമാധാനത്തോടുകൂടി മരിച്ചു വരിയുന്ന ആളുകൾ. അതല്ലേ ഈ ദുനിയാവിൽ എന്താ കൊണ്ടുപോകുന്ന? രണ്ടു കൂട്ടരും ഒന്നും കൊണ്ടുപോയില്ല, അമലല്ലാതെ. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അസുദ്ദു ഫഖറക, നിന്റെ ദാരിദ്ര്യത്തെ ഞാൻ തടഞ്ഞു നിർത്തും. നിന്റെ ദാരിദ്ര്യത്തെ ഇബാദത്തുമായി കഴിഞ്ഞുകൂടുന്ന ആളുകൾക്ക് അല്ലാഹു പറയുകയാണ്, നിന്റെ ദാരിദ്ര്യത്തെ ഞാൻ തടഞ്ഞു നിർത്തും. എന്ന് മാത്രമല്ല, വഇല്ലാ തഫൽ മലഅതു യദക ശുഗലൻ വലം അസുദ്ദു ഫഖറക, ദുനിയാവിന് വേണ്ടി ജീവിക്കുന്നു. അല്ലാഹുവിന്റെ ഇബാദത്തോ പരലോകത്തിന്റെ ശ്രദ്ധയൊന്നുമില്ല. ദുനിയാവിന് വേണ്ടി. പേര് മാപ്പിള എന്നാണ്. എന്താ വ്യത്യാസം? മാപ്പിളയില്ലാത്ത മുസ്ലിങ്ങളുമായി എന്താ വ്യത്യാസം? ഈ മുസ്ലിം ദീനില്ലാത്ത ആളുകൾ, അല്ലെങ്കിൽ മറ്റുള്ള വിശ്വാസികളായ ആളുകൾ, അവർ ദുനിയാവിന് വേണ്ടി ഓടുകയാണ്. അതേപോലെ നമ്മളും ഓടുന്നു. യാതൊരു വ്യത്യാസവുമില്ല. അവരും പറ്റിക്കുന്നു, നമ്മളും പറ്റിക്കുന്നു. അവരും ചതിക്കുന്നു, നമ്മളും ചതിക്കുന്നു. എന്ത് വ്യത്യാസമാണ്? നിന്റെ ഇസ്ലാം കൊണ്ട്, നിന്റെ ഈമാൻ കൊണ്ട് എന്ത് മാറ്റമാണ് എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ട്? ഒരു മാറ്റം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് നിന്റെ ദാരിദ്ര്യത്തെ ഞാൻ തടുക്കൂല. അതേപോലെ തന്നെ നിന്റെ ദാരിദ്ര്യത്തെ തടുക്കൂല എന്ന് മാത്രമല്ല, നിനക്ക് ഭയങ്കര ബിസി തരും. ഏത് സമയത്തും തിരക്കാണ്. സ്വന്തം കുടുംബത്തിന്റെ ഒപ്പം നിൽക്കാൻ നേരമില്ല, ഭാര്യന്റെ ഒപ്പം നിൽക്കാൻ നേരമില്ല, കുടുംബത്തിന്റെ കൂടെ കല്യാണത്തിനൊന്നും പോകാൻ നേരമില്ല. എന്നും ഭാര്യയ്ക്ക് പരാതിയാണ്, മക്കൾക്ക് പരാതിയാണ്. ആർക്കും കിട്ടണില്ല. എന്നാ അദ്ദേഹത്തിന് കിട്ടണില്ല, അദ്ദേഹത്തിനും കിട്ടണില്ല. തിരക്കാണ്, തിരക്ക്. എന്താ ഉണ്ടാക്കുന്നത്? ഒന്നും ഉണ്ടാക്കണില്ല. എന്നാലോ പായരും തീരുന്നില്ല. അതുകൊണ്ട് സഹോദരന്മാരെ, ഇതൊക്കെ മുകളിൽ നിന്ന് ഒരാൾ നിയന്ത്രിക്കുന്നുണ്ടോ എന്ന ബോധ്യം നമുക്കുണ്ടാകണം. ഈ ഇബാദത്തിന് വേണ്ടി മാറ്റിവെക്കാൻ പറഞ്ഞ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്താണ് നമസ്കാരം. അത് ക്ലിയർ ആണോ? എല്ലാം ക്ലിയർ ആവും. അതുകൊണ്ട് തന്നെയാണ് നമസ്കാരമാണ് ഏറ്റവും ശ്രേഷ്ഠകരമായ ഇബാദത്ത് എന്ന് റഊസുൽ അംരി അൽ ഇസ്ലാം. ഒരു മനുഷ്യനാണോ, അവന്റെ ഏറ്റവും ടോപ്പ് ലെവലുള്ളത് ഇസ്ലാമായിരിക്കണം. അഥവാ റഊസുൽ, കാര്യങ്ങളുടെ എല്ലാം റഅസ്, തലഭാഗം എന്നുള്ളത് ഇസ്ലാം. ഒരു മനുഷ്യനാണോ മുസ്ലിം ആയിരിക്കണം. ഇല്ലെങ്കിൽ കഴിഞ്ഞു. ഇനി ഒരാൾ മുസ്ലിം ആയിക്കഴിഞ്ഞോ, ആ മുസ്ലിം ആയിക്കഴിഞ്ഞാൽ ഇസ്ലാം ആയിക്കഴിഞ്ഞാൽ പിന്നെ അതിന്റെ നെടുന്തൂണ് സലാത്താണ്, നമസ്കാരമാണ്. എന്നിട്ട് ബാക്കിയുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുകയാണ്. അതുകൊണ്ടാണ് പരലോകത്ത് ഒന്നാമതായി വിചാരണ നമസ്കാരത്തെ കുറിച്ചാണ്. ഒരുപാട് കേട്ട ഹദീസാണ്. നമസ്കാരം ക്ലിയർ ആണോ? രക്ഷപ്പെട്ടു. ക്ലിയർ അല്ലേ? രക്ഷപ്പെടില്ല. നിസ്കാരത്തിൽ ശ്രദ്ധയില്ല. അങ്ങനെ ഇങ്ങനെയൊക്കെ നിസ്കരിക്കുകയാണ്. നിസ്കാരിക്കാൻ കൈയെട്ടുന്നതോട് മറ്റ് ചിന്തകൾ വരികയാണ്. നിസ്കാരത്തിൽ 2-3 രീതിയിലുള്ള ഇൽത്തിഫാത്തുണ്ട്. ഇൽത്തിഫാത്ത് എന്ന് പറഞ്ഞ് തിരിയുക എന്നാണ് അതിന്റെ അർത്ഥം. നമസ്കാരത്തിൽ കണ്ണ് തെറ്റിക്കുന്ന, മുഖം തെറ്റിക്കുന്ന, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്ന ആളുകൾ, അതൊരു ഇൽത്തിഫാത്താണ്, ഹറാമായ ഇൽത്തിഫാത്താണ്. നമസ്കാരത്തിൽ അല്ലാഹുവിന്റെ നേരെ, ഖിബലക്ക് നേരെ തിരിയുന്നതിന് പകരം തന്റെ ശരീരം തന്നെ മറ്റുള്ള ഭാഗത്തേക്ക് തിരിക്കുന്നു. അത് മറ്റൊരു ഇൽത്തിഫാത്താണ്. അത് നമസ്കാരം പൊളിക്കുന്ന ഇൽത്തിഫാത്താണ്. കാരണം നമസ്കാരത്തിന്റെ ഷർത്തിൽപ്പെട്ടതാണ് ഖിബലക്ക് നേരെ തിരിയുക എന്നുള്ളത്. ഈ പറയപ്പെട്ട ഒന്ന് നമസ്കാരം പൊളിക്കുന്ന ഇൽത്തിഫാത്ത് നമ്മൾ അതിന് ചെയ്യാറില്ല. മറ്റേതൊന്നും ചെയ്യുന്ന ആൾക്കാരുണ്ട്. നമസ്കാരത്തിൽ സുജൂദിന്റെ ഭാഗത്തേക്ക് നോക്കണം പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. സുജൂദിന്റെ ഭാഗത്ത് നോക്കണം. എന്നാൽ നേരെ ഇങ്ങനെ നോക്കുന്ന ആൾക്കാർ കൈയെട്ടിട്ട് നേരെ ഇങ്ങനെ നോക്കുകയാണ്. ചുമരുമൊക്കെ നോക്കണേ, കലണ്ടറൊക്കെ നോക്കണേ. അതേപോലെ തന്നെ ക്ലോക്കൊക്കെ തല ഉയർത്തി നോക്കുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, നമസ്കാരത്തിൽ തല ഉയർത്തുന്ന ആളുകൾ അവർ ശ്രദ്ധിക്കട്ടെ, അവരത് ആ പരിപാടി ഒഴിവാക്കുക തന്നെ ചെയ്യണം. ഇല്ലെങ്കിൽ അവരുടെ കണ്ണ് അള്ളാഹു സുബ്ഹാനഹു വ തആല റാഞ്ചിയെടുക്കും. അവർക്ക് പിന്നെ പവർ ഉണ്ടാവില്ല കണ്ണിന്. നമസ്കരിക്കാൻ നോക്കേണ്ട സ്ഥലമുണ്ട്. അതൊക്കെ ഇൽത്തിഫാത്ത്. അതിനേക്കാൾ വലിയ ഇൽത്തിഫാത്താണ് ഞാനും നിങ്ങളും രക്ഷപ്പെടാൻ ഏറെ കഷ്ടപ്പെടുന്ന ഇൽത്തിഫാത്ത്. എന്താണ്? മനസ്സിന്റെ തിരിഞ്ഞുപോക്കാണ്. ദേഹമുണ്ട് ഇമാമിന്റെ കൂടെ, ദേഹമുണ്ട് മുസല്ലയിൽ, അതേപോലെ തന്നെ ശരീരമുണ്ട്, പ്രവർത്തനമുണ്ട്. പക്ഷേ ആളെവിടെയാണ്? ആള് ജോലി സ്ഥലത്താണ്, ആള് ടൂർ പോയിടത്താണ്,
ആള് അതേപോലെ തന്നെ മറ്റുള്ള സ്ഥലങ്ങളിലെല്ലാം നടക്കുകയാണ്. അതാണ് ഏറ്റവും അപകടകരമായ ഇൽത്തിഫാത്ത്. ആദ്യം പറഞ്ഞത് ഏറ്റവും അപകടമായതിന്റെ ശരീരം തന്റെ ഖിബലയിൽ നിന്ന് തിരിയാന്നുള്ള നിസ്കാരം തന്നെ ഇല്ലാതെ വേറെ കാര്യം. പക്ഷേ അതിനേക്കാളൊക്കെ നമ്മളെ ബാധിക്കുന്ന പ്രശ്നം ഇതാണ്. എത്ര ആളുകൾക്ക് രക്ഷ കിട്ടുന്നുണ്ട്? ഇല്ലാ മൻ റഹിമല്ലാഹ്. ഇങ്ങനെ ഓരോ ദിവസവും 5 വക്ത് നമസ്കരിക്കുന്നുണ്ട്. അതൊരു കഴിച്ചലായി നമസ്കരിച്ചാൽ ഈ പറയപ്പെട്ട ഖിയാമത്ത് നാളിൽ ഒന്നാമതായി വിചാരണക്കെടുത്ത് രക്ഷപ്പെടാൻ എനിക്കും നിങ്ങൾക്കും നമ്മുടെ മക്കൾക്കും സാധിക്കുമോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. നമ്മളേറെ ഉറ്റാലോചിക്കേണ്ടതുണ്ട്. സഹോദരന്മാരെ, സൂചിപ്പിച്ച പോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, നിങ്ങൾ നമസ്കാരം നിലനിർത്തണേ. നമസ്കരിക്കണേ എന്ന് പറഞ്ഞില്ല, നമസ്കാരം നിലനിർത്തണേ. നമസ്കാരം നിലനിർത്തുക എന്ന് പറഞ്ഞതിൽ ഇതെല്ലാം പെട്ട് നമസ്കാരത്തിന്റെ സമയം പാലിക്കണം, നമസ്കാരത്തിന്റെ ശുറൂത്തുകൾ പാലിക്കണം, അതിന്റെ അർക്കാനുകൾ പാലിക്കണം, അതേപോലെ തന്നെ അതിന്റെ വാജിബുകൾ പാലിക്കണം. നമസ്കാരത്തിന്റെ അടക്കവും അനക്കവും, അതേപോലെ തന്നെ നമസ്കാരത്തിൽ ശ്രദ്ധയുണ്ടായിരിക്കണം. നമസ്കാരവുമായി ബന്ധപ്പെട്ട Z കാര്യങ്ങൾ, അതാണ് അഖീമുസ്സലാഹ്, അല്ലെങ്കിൽ സൊല്ലു എന്ന് പറഞ്ഞാൽ മതി, നിസ്കരിക്കണം എന്ന് പറഞ്ഞാൽ മതി. ഇവിടെ പറഞ്ഞത് അഖീമുസ്സലാഹ്, നമസ്കാരം നിങ്ങൾ നിലനിർത്തണം. ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശായി വൽ മുൻകർ വലദിക്റുല്ലാഹി അക്ബർ വല്ലാഹു യഅലമു മാ തസ്നഊൻ. നമസ്കാരം എന്നുള്ളത് മ്ലേച്ഛമായ കാര്യങ്ങളിൽ നിന്നും, ഹറാമുകളിൽ നിന്നും കണ്ണിനെ നിയന്ത്രിക്കാനും, കാതിനെ നിയന്ത്രിക്കാനും, കൈകാലുകളെ നിയന്ത്രിക്കാനും, നാവിനെ നിയന്ത്രിക്കാനും സാധിക്കുന്നില്ല. കടിഞ്ഞാണില്ലാത്ത കുതിര പോലെ ഓടുകയാണ്. പക്ഷെ സാധിക്കും. മ്ലേച്ഛകരമായ കാര്യങ്ങൾ, അത് മ്ലേച്ഛമാണ്, വൃത്തികേടാണ്, ഞാനത് ചെയ്യാൻ പാടില്ല എന്ന് മനസ്സിലേക്ക് തോന്നും. എപ്പോ? നിസ്കാരം ക്ലിയർ ആണെങ്കിൽ. മറ്റുള്ള ഇബാദത്തുകൾ ചെയ്യാതെ വിടാൻ പാടില്ല. നിസ്കാരത്തിന് മുമ്പും ശേഷമുള്ള സുന്നത്തുകളെ എനിക്ക് നഷ്ടപ്പെടാൻ പാടില്ല. അത് എന്റെ നമസ്കാരത്തിന് വരുന്ന പരിക്കുകളെ പിന്നെ ഇല്ലായ്മ ചെയ്യാനുള്ളതാണ്, പരിക്കുകളെ പരിഹരിക്കുന്നതാണ് എന്ന് കൃത്യമായി നിസ്കരിക്കണമെന്ന് തോന്നും. മറ്റുള്ള ഹറാമ് കാണുന്നു, ഹറാമ് കേൾക്കുന്നു, ഹറാമ് സംസാരിക്കുന്നു, ഹറാമിലേക്ക് ക്ലിക്ക് ചെയ്യുന്നു, ഹറാമിന്റെ പ്രവർത്തനങ്ങൾ ചെയ്യുന്നു, ഭാര്യ കാണരുത്, ഭർത്താവ് കാണരുത്, മാതാപിതാക്കൾ കാണരുത് എന്ന് വിചാരിച്ച് ചെയ്യുന്നുണ്ടോ? ഇതെല്ലാം പ്രശ്നങ്ങളാണ്. നമുക്കറിയാം, ഇതെല്ലാം പ്രശ്നങ്ങളാണ്. ഈ പ്രശ്നങ്ങൾ ആസ്വദിച്ച് പേടിച്ച് ആസ്വദിച്ച് ചെയ്യണ മനുഷ്യന്മാര്. പക്ഷേ ഇതിനോട് വെറുപ്പ് തോന്നും, പോകാൻ തോന്നൂല. നരകത്തീയിലേക്ക് പോകുന്ന പോലെ ഹറാമ് ചെയ്യുന്ന സമയത്ത് ആരാണ് സഹായിക്കുന്നത്? അള്ളാഹ് സഹായിക്കുന്ന എങ്ങനെ? നമസ്കാരം കൊണ്ട്. അള്ളാഹ് പറയാണ്, തൻഹാ, നമസ്കാരം നിങ്ങളെ വിലക്കും, അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, ഫഹ്ശാകൾ, മ്ലേച്ഛകരമായ കാര്യങ്ങളിൽ നിന്നും, ഹറാമുകളിൽ നിന്നും നമസ്കാരം വിലക്കും എന്ന് പറയുമ്പോൾ കുത്തിമറിയൽ വിലക്കും എന്നല്ല, നമസ്കാരത്തിന്റെ ആക്ഷൻ കൊണ്ട് അത് വിലക്കും എന്നല്ല, നമസ്കാരത്തിന്റെ റൂഹുള്ള നമസ്കാരമായിരിക്കണം. നമ്മളെല്ലാവരും നിസ്കരിക്കുന്ന ആൾക്കാരാണ്, ആക്ഷൻ നടക്കുന്നുണ്ട്, പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നുണ്ട്, കുത്തിമറിയലൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ നമസ്കാരമാകുന്നുണ്ടോ എന്നാണ് ഞാനും നിങ്ങളും ആലോചിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് മറിയമിലൂടെ പറഞ്ഞു, 59-ാമത്തെ ആയത്തിൽ, ഫഖലഫ മിൻ ബഅദിൻ ഖൽഫുൻ അല്ലാഹുസ്സലാഹ്, ആ പ്രവാചകന്മാർക്ക് ശേഷം മറ്റൊരു സമൂഹം വന്നു. എന്താണ്? അല്ലാഹുസ്സലാഹ്, അവർ നമസ്കാരം പാഴാക്കാൻ തുടങ്ങി, നമസ്കാരത്തിൽ കണിശതയില്ല. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല തൊട്ട് അടുത്ത ആ ആയത്തിൽ തന്നെ തൊട്ടടുത്ത വാക്കിൽ പറയുകയാണ്, വത്തബഉശ്ശഹവാത്ത്, അവർ ദേഹേച്ഛകളെ പിൻപറ്റുന്നവരായി. അപ്പൊ നിസ്കാരം ഒഴിവാക്കിയുള്ള ബൈ പ്രൊഡക്റ്റ് എന്താ? നമസ്കാരം കൃത്യമാകാതിരിഞ്ഞാലുള്ള റിസൾട്ട് എന്താണ്? നമസ്കാരം ഒഴിവാക്കുക, നമസ്കാരം കൃത്യമാകാതിരിക്കുക, നമസ്കാരം പേരിന് മാത്രമാവുക, അതിന്റെ ഔട്ട്പുട്ടായി വരുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്, ഷഹവാത്തുകളെ പിൻപറ്റും മനുഷ്യൻ. മനസ്സിന്റെ ഇച്ഛകളെ, തോന്നിവാസങ്ങൾ, ഹറാമുകൾ കാണാനും കേൾക്കാനും ചെയ്യാനും പ്രവർത്തിക്കാനും. ഒറ്റക്കാകുന്ന സമയത്ത് ആരും കാണുന്നില്ല, ഭാര്യയില്ല, ഭർത്താവില്ല, മാതാപിതാക്കളില്ല, ആരുമില്ല എന്ന് വിചാരിക്കുന്നിടത്ത് ഹറാമുകൾ ചെയ്തു കൂട്ടാൻ, അതിങ്ങനെ ആസ്വദിക്കുവാൻ. അല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അല്ലാഹുസ്സലാത വത്തബഉശ്ശഹവാത്ത്, അവർ നമസ്കാരം ഒഴിവാക്കി. അപ്പൊ പിന്നെന്ത് സംഭവിച്ചു? അവർ ശഹവത്തുകളുടെ ആളായി, ഹറാമിന്റെ ആളുകളാകുന്ന, അത് ഒരേപോലെ നടക്കുന്നത്. നമസ്കാരം ഒഴിവാക്കി പിന്നെ അവിടെ നമ്മുടെ മനസ്സിൽ കയറിക്കൂടുന്നത് ആരാണ്? ഇബാദത്തിനോടുള്ള ആ ഇഷ്ടം, ഇബാദത്ത് ചെയ്യാനുള്ള ആ ഒരു കണിശത, അത് നഷ്ടപ്പെട്ടോ പിന്നെ ആര് കയറിക്കൂടും? ഹറാമുകൾ കയറിക്കൂടും. ഇബാദത്തുകൾ എങ്ങനെ ചെയ്യേണ്ടത്? ആസ്വദിച്ച് ചെയ്യാനുള്ളതാണ്. അരിഹ്നായ ബിലാൽ, ബിലാലെ നീ ഒന്ന് ഇഖാമത്ത് കൊടുക്ക്, ഞങ്ങളൊന്ന് റാഹത്തെടുക്കട്ടെ എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സമയമായിട്ട് ഇഖാമത്ത് കൊടുക്കാൻ റസൂലുള്ളാഹിന്റെ കമന്റ് എങ്ങനെ?
ഞങ്ങൾക്കൊന്ന് റാഹത്ത് കൊണ്ട് ബിലാലെ ഇഖാമത്ത് കൊടുത്തിട്ട് റാഹത്തിലേക്കാണ് കയറുന്നത്. ഏതാണ് റാഹത്ത്? തക്ബീറത്തിൽ ഇറാൻ കെട്ടലാണ്. നമുക്ക് ഉള്ള റാഹത്ത് പോകലാണ് അല്ലേ? അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമസ്കാരം അവർക്ക് റാഹത്താണ്. ഒരു മനുഷ്യൻ ആസ്വദിക്കുന്ന ഏറ്റവും നല്ല ആസ്വാദനം എന്താണ്? നമസ്കാരമാണ്. അള്ളാന്റെ തൗഫീക്ക് കിട്ടിയ ആളുകൾക്ക്. അപ്പോ നമസ്കാരം റാഹത്തില്ലാതെയാകുമ്പോൾ റാഹത്തുള്ളത് വേറെ വരുന്നു. അതേതാ? ഹറാമുകളാണ്. നമസ്കാരം റാഹത്തുണ്ടാകുമ്പോൾ ഹറാമുകൾക്ക് റാഹത്തില്ലാതെ പോകുന്നു. അപ്പൊ ഹറാമ് മനുഷ്യൻ ചെയ്യൂല. ഇത് ഈ പറയുന്ന ഞാനും നിങ്ങളും നമ്മളെല്ലാവരും നമ്മുടെ ഭാര്യമാരും ഭർത്താക്കന്മാരും ഒക്കെ മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹു പറഞ്ഞു വലദിക്റുല്ലാഹി അക്ബർ. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ഓർക്കുക എന്നുള്ളതാണ് ഏറ്റവും വലുത്. വല്ലാഹു യഅലമു മാ തസ്നഊൻ. നിങ്ങൾ ചെയ്യുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയുന്നവരാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മൾ നമ്മുടെ മക്കളുടെ, ഭാര്യമാരുടെ, ഭർത്താക്കന്മാരുടെ, മാതാപിതാക്കളുടെ ഒക്കെ നമസ്കാരത്തിന്റെ വിഷയത്തിൽ ഏറെ കണിശത പാലിക്കേണ്ടതുണ്ട്. രോഗികളായ ആളുകൾ, രോഗിയല്ല, മൂത്രത്തിൽ കിടക്കല്ല, അപ്പൊ പിന്നെ നിസ്കാരമല്ല. ആദ്യം കുറച്ചൊരു ബേജാറുണ്ടാവും. 2 ആഴ്ച 3 ആഴ്ച കഴിഞ്ഞപ്പോ പിന്നെ രോഗിക്കും ബേജാറില്ല, നിൽക്കുന്നവർക്ക് ബേജാറില്ല. പിന്നെ അങ്ങനെയാണ് പോട്ടാന്ന് വിചാരിച്ചു. ശരീരത്തിന് പ്രശ്നമുണ്ട്, പക്ഷെ മനസ്സിന് പ്രശ്നമില്ല. നിസ്കാരം നിർബന്ധമാണ്, വൃത്തിയാക്കി കൊടുക്കണം, നമ്മുടെ ബാധ്യതയാണ്. നിസ്സാരമായ കാര്യമല്ല. കാഫിറായി മരണപ്പെട്ടു പോകുന്ന അവസ്ഥാവിശേഷമുണ്ടാകും. അതുകൊണ്ട് ഏറെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, റബ്ബിനെ സന്തോഷപൂർവ്വം കണ്ടുമുട്ടാൻ ഇന്നക്കും സതറൗന റബ്ബക്കും കമാ തറൗന ഹാദൽ ഖമർ. 14-ാം രാവിലെ ചന്ദ്രനെ നിങ്ങൾ കാണുന്നില്ലേ? എത്ര സുന്ദരമായി വ്യക്തമായി മേഘം മൂടാതെ നിങ്ങൾ കാണുന്നു. അതുപോലെ സ്വർഗത്തിൽ വെച്ച് പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ തിരുമുഖം കാണാനുള്ള ഭാഗ്യം നിങ്ങൾക്കുണ്ടാകും. സ്വർഗത്തിലെ ഏറ്റവും വലിയ അനുഭൂതി അള്ളാനെ കാണലാണ്. സ്വർഗത്തിൽ എന്തെല്ലാം ഉണ്ടോ വിഭവങ്ങൾ, അതിനേക്കാൾ വലിയ വിഭവം അള്ളാനെ കാണലാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ ലിഖാഅ്, അള്ളാഹുവിനെ കാണാനും വേണ്ടിയുള്ള പ്രാർത്ഥന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലിയത് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ കാണും. വലാ തുളാമൂന ഫീ റുയതി. നിങ്ങൾക്ക് മേഘം മൂടുന്ന പ്രശ്നമുണ്ടാവുകയില്ല, അവ്യക്തതയുടെ പ്രശ്നമുണ്ടാവുകയില്ല. ഫൈൻ ഇസ്തതഅതും അല്ലാ തുഗ്ലബു അലാ സ്വലാത്തി ഖബ്ല തുലൂഇ ശംസി വ ഖബ്ല ഗുറൂബിഹാ ഫഫഅലൂ. എന്താ ചെയ്യേണ്ടത്? നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരത്തിന്റെ കാര്യം പറഞ്ഞു. അതിൽ പ്രത്യേകമായിട്ട് 2 നമസ്കാരങ്ങൾ. ഒന്ന് ഹിയൽ ഫജ്ർ വൽ അസ്റു. ഈ 2 നമസ്കാരങ്ങൾ നിങ്ങൾ നല്ലോണം ശ്രദ്ധിച്ചോളി. സ്വർഗത്തിലേക്ക് എത്താനുള്ള വഴിയാണ്. ഏതാണ്? ഒന്ന് സുബഹി നമസ്കാരം, മനുഷ്യന്മാർക്ക് നഷ്ടപ്പെടുന്ന നമസ്കാരമാണ്, സമയം തെറ്റുന്ന നമസ്കാരമാണ്. അതേപോലെ തന്നെ അസർ നമസ്കാരം, ഹാഫിളു അലസ്സലാത്തി വസ്സലാത്തിൽ വുസ്താ. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച അസർ നമസ്കാരം. ഭക്ഷണം കഴിച്ചങ്ങോട്ട് കിടന്നുറങ്ങി, അല്ലെങ്കിൽ പിന്നെ ജോലിയുടെ തിരക്കിലായി, മഗ്രിബിന്റെ സമയത്താണ് പലരും വന്നിട്ട്, സൂര്യൻ അസ്തമയ സമയത്താണ് പലരും വന്നിട്ട് അസർ നിസ്കരിക്കുന്നത്. റസൂലുള്ളാഹി പറഞ്ഞു, ദാക സ്വലാത്തുൽ മുനാഫിഖ്. അത് മുനാഫിക്കിന്റെ നമസ്കാരമാണ്. സൂര്യൻ അസ്തമയത്തിന്റെ സമയമാകുമ്പോഴേ അവന് സമയമാവുകയുള്ളൂ, അവൻ വരും, എന്നിട്ട് 4 കൊത്തുകൊത്തും. റസൂലുള്ളാഹിന്റെ വാക്കാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുവരെ ഏതായിരുന്നാലും അവന്റെ കടിയിൽ നിന്ന് അവനക്ക് പുറത്തിറങ്ങണം നിസ്കരിക്കാൻ വേണ്ടി. എന്നാ പിന്നെ ആ സമയത്താണ്ട് ഇറങ്ങിക്കൂടെ? അത് തോന്നണില്ല. തൗഫീക്കില്ലായ്മയാണ് സഹോദരന്മാരെ. അതേപോലെ തന്നെ നമ്മുടെ സഹോദരിമാർ, അസർ വളരെ പിന്തിപ്പിക്കുന്ന സഹോദരിമാർ, എത്ര ഗൗരവമാണ്. ഏത് നമസ്കാരമാകട്ടെ പിന്തിപ്പിക്കുക എന്നുള്ളത് വലിയ പ്രശ്നമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആന്റെ ആയത്ത് ഓതുന്നു, ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹി വഅഖാമുസ്സലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഗ്രന്ഥം പാരായണം ചെയ്യുകയും വഅഖാമുസ്സലാ, നമസ്കാരം നിലനിർത്തുകയും ചെയ്യുന്ന ആളുകൾ, വഅൻഫഖൂ മിമ്മാ റസഖ്നാഹും സിർറൻ വഅലാനിയ, നാം അവർക്ക് കൊടുത്തതിൽ നിന്നും രഹസ്യമായും പരസ്യമായും അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ചെലവഴിക്കുന്ന ആളുകൾ, യർജൂന തിജാറതൻ ലൻ തബൂർ, അവർ ഒരിക്കലും നഷ്ടം പറ്റാത്ത കച്ചവടമാണ് അവർ ആഗ്രഹിക്കുന്നത്. എന്താ നഷ്ടമില്ലാത്ത കച്ചവടം? ബിസിനസ് ഇറക്കിയിട്ടുണ്ടെങ്കിൽ ഉറപ്പാ വിജയിക്കും. ധൈര്യത്തിൽ കൊടുക്കുക ഷെയർ, ധൈര്യത്തിൽ ബിസിനസ് തുടങ്ങുക. എന്താണ്? ഖുർആൻ ഓതുക, നിസ്കരിക്കുക, അള്ളാന്റെ മാർഗത്തിൽ കൊടുക്കുക. ഒരു നഷ്ടമില്ല. ദുനിയാവിലും നഷ്ടമില്ല, ആഖിറത്തിലും നഷ്ടമില്ല. അതിൽ പറഞ്ഞ ഒരു സംഗതി നിസ്കാരം നിലനിൽക്കുന്നുള്ള. എന്തേ നിസ്കാരത്തിന് 5 വക്ത് പള്ളിക്ക് വരാൻ തടസ്സം? കച്ചവടമാണ് തടസ്സം, ബിസിനസ്സാണ് തടസ്സം. എന്തേ ജുമഅക്ക് പള്ളിയിലെത്താൻ വൈകിയത്? ബിസിനസ്സാണ്, കച്ചവടമാണ്, മഈശത്താണ് തടസ്സം. അല്ലേ? നിർബന്ധ ബാധ്യതയാണ് ആ ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ ഖതീബിന്റെ മുമ്പിൽ വന്നിരിക്കുക എന്നുള്ളത് നിർബന്ധ ബാധ്യതയാണ്.
എന്തേ വൈകിയത്? എന്നും എല്ലാ വെള്ളിയാഴ്ചയും വൈകുകയല്ലേ? ഒതിരുണ്ടോ നമുക്ക്? എപ്പോഴെങ്കിലും ഒഴിവ് എക്സ്ക്യൂസ് ഉണ്ടെങ്കിൽ ഓക്കെ. അതെല്ലാം ഞാൻ കുടുങ്ങും. ലിസ്റ്റിലുണ്ടാവില്ല. മലക്കുകൾ ലിസ്റ്റ് മടക്കി വെച്ചു. ഖതീബ് മിമ്പറിലാണ് കയറിയ മലക്കുകൾ എടുത്തു വെച്ചു, മടക്കി വെച്ചു. ഖുത്ബായി തുടങ്ങി. പിന്നെ സംസാരമില്ല. ഒരു സംസാരം പറ്റൂല. ഫാൻ ഇട്ടിട്ടില്ല എന്നും AC ഇട്ടിട്ടില്ല എന്നും അതേപോലെ തന്നെ ഒന്നും പറയാൻ പറ്റൂല. അത് പറയാൻ പറ്റുമെന്ന് ആരും മനസ്സിലാക്കണ്ട. ഒന്നും പറയാൻ പറ്റൂല. നിസ്കാരം തുടങ്ങി, ഖുത്ബ തുടങ്ങിക്കഴിഞ്ഞു, സമയമായി കഴിഞ്ഞു. വേണമെങ്കിൽ ഖതീബിനോട് സംസാരിക്കാം, ഖതീബിനും സംസാരിക്കാം. വേറെ സംസാരമില്ല. സംസാരിക്കണോണ്ട് സംസാരിക്കരുതെന്ന് പറയാൻ പാടില്ല എന്നാ. അപ്പോൾ അവിടെ സംസാരം നടക്കുന്നു എന്നുള്ളതുണ്ട്. അതാണ് ജുമാ ഖുത്ബ. ഈ ജുമാ ഖുത്ബ എത്ര ഗൗരവത്തിൽ കാണുന്നുണ്ട്. എന്തേ? ശുഗലാണ്, ദുനിയാവിന്റെ തിരക്കാണ്. ഞാൻ ആരും കുറ്റം പറയുകയല്ല, യാഥാർത്ഥ്യം വസ്തുത പറയുകയാണ്. ദുനിയാവിന് വേണ്ടിയിട്ടാണ്, കച്ചവടത്തിന്റെ തിരക്കാണ്. കടിയിൽ നിന്ന് പോരാൻ പറ്റണില്ല, ഷട്ടർ താത്താൻ പറ്റണില്ല. എന്തേ? നിസ്കാരം കളായി പോകുന്നു. കച്ചവടത്തിന്റെ തിരക്കാണ്, മൈഷ്യത്തിന്റെ തിരക്കാണ്. ജുമക്ക് വൈകാൻ അതാണ് തിരക്ക്, ജമാഅത്തിനെത്താൻ അതാണ് തിരക്ക്. എന്നാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ് ഏറ്റവും ലാഭം കിട്ടുന്ന ആ കച്ചവടം, അത്രയ്ക്ക് തിരക്ക് ഉള്ള കച്ചവടം. നിസ്കാരം ഒഴിവാക്കുന്നു, ഇബാദത്ത് ഒഴിവാക്കുന്നു, രോസം പെടാൻ നേരല്ല. എന്നിട്ടോ ലാഭം കിട്ടുമോ? ഒരു പ്രതീക്ഷയൊന്നുമില്ല. മാക്സിമം നോക്കണതിന് കുഴപ്പമൊന്നുമില്ല. ഇബാദത്ത് ഒഴിവാക്കി നോക്കാൻ പറ്റൂല, ഹറാമാണ്. ആ സമയത്ത് കിട്ടിയിട്ടുള്ള ലാഭം 101% ഹറാമാണ്. കാരണം പള്ളിയിൽ എത്തേണ്ട സമയത്ത് അവിടെ കച്ചവടം നടക്കുകയാണ്. ദുനിയാവിന്റെ ഷുഗലുകൾ ആണെങ്കിൽ, നമ്മുടെ ഓഫീസിലാണെങ്കിൽ, അധ്യാപകനാണെങ്കിൽ ആ സമയത്ത് കിട്ടുന്ന സാലറി ശരിയാവൂല. അത് വേറെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതിന് പറ്റുന്ന സംവിധാനം നമുക്ക് പരലോകമാണ് വേണ്ടത്. അപ്പൊ അതിന് പറ്റുന്ന സംവിധാനമുള്ള സ്ഥാപനമാകണം. അതേപോലെ തന്നെ കച്ചവട സ്ഥാപനമാകണം. ഏതാണെങ്കിലും അങ്ങനെ ആയിരിക്കണം. എനിക്ക് എഴുതറുണ്ടെന്ന് പറയാൻ പറ്റൂല. അത് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോ ഈ കച്ചവടം, ഇത് ലാഭം കിട്ടുന്ന കച്ചവടമാണ്. ഏത് ലാഭം കിട്ടുന്ന കച്ചവടം? നിസ്കരിക്കുക. നിസ്കാരം മുറ പോലെ തെറ്റാതെ നിസ്കരിക്കുക എന്നുള്ളതാണ്. ഇനി സഹോദരന്മാരെ, നമ്മൾ ഈ ദുനിയാവിനും വേണ്ടിയിട്ടും അതേപോലെ തന്നെ ഈ നമ്മളെ മൈഷ്യത്തിനും വേണ്ടി ഈ ഇബാദത്ത് ഒഴിവാക്കി അത്ര പെടാപാടുപെട്ട് ഓടുന്നു അല്ലേ? ഒന്ന് നിങ്ങൾക്ക് കേൾക്കണോ? അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഭക്ഷണവും മരണവും ഒരുപോലെയാണ്. ഒരാൾ മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി എത്ര ഓടിയാലും മരണം അവനെ പിടിക്കും. മരണം അവനെ പിടിക്കും. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ലൗ അന്ന ഇബ്ന ആദം ഹറബ മിൻ റിസ്ഖിഹി കമാ യഹ്റബു മിനൽ മൗതി ലഅദ്റകഹു റിസ്ഖുഹു കമാ യുദ്രികുഹുൽ മൗത്ത്. ഒരു മനുഷ്യൻ പറയാണ്, ഞാൻ ഭക്ഷണം കഴിക്കൂല, ഞാൻ അന്ന് നിന്നൂല, ഞാനൊരു ബിസിനസ് നടത്തൂല, അതേപോലെ തന്നെ ബിസിനസിന്റെ കാര്യം ശ്രദ്ധിക്കും ചെയ്യൂല, ഞാനൊരു ജോലിക്കും പോണില്ല എന്നൊരു മനുഷ്യൻ തീരുമാനമെടുത്തു എന്ന് വിചാരിക്കാം. അവന്റെ വയറിലെത്താനുള്ള ഭക്ഷണം അവനെ തേടിപ്പിടിച്ച് അവനെ വീഴ്ത്തി അവന്റെ വയറിലെ ഭക്ഷണം എത്തിയിരിക്കും. ഏതുപോലെ? അപ്പോ ഒരാൾ തന്റെ അന്നത്തിൽ നിന്നും ഒളിച്ചോടിയാലും അന്നം അവന്റെ ആമാശയത്തിൽ എത്തിയിരിക്കും. ഏതുപോലെ? കമാ യഹ്റുബുൽ മൗത്ത്. മരണത്തിൽ നിന്നും ഒരാൾ പേടിച്ച് വിളിച്ചോടുകയാണെങ്കിൽ മരണം ഒരു ദിവസം അവന് കീഴ്പ്പെടുത്തുന്ന പോലെ. അപ്പോ ഉറപ്പാ നമ്മളെ ഈ അരച്ചാണി എത്ര നടക്കാണ്ടോ, എത്ര നിറയോ, എത്ര ദിവസം നിറയോ, എത്ര മൈക്രോ സെക്കൻഡ് നടക്കോ, പിന്നെ സമയത്തിന്റെ ഉള്ളിലാണോ നമ്മൾ എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചാൽ അവിടെ തന്നെ എത്തും. നമ്മൾ എന്ത് ചെയ്താൽ മതി? നമ്മൾ അതിനുള്ള പണിയെടുത്താൽ മതി. ദീൻ ഒഴിവാക്കിയാണ്ട് പെടാപാട് നമ്മൾ പെടണ്ട. ഹറാമ് ചെയ്തുകൊണ്ട് പൈസ ഉണ്ടാക്കാൻ നിൽക്കണ്ട. എന്തൊക്കെ ചെയ്താലും നമുക്ക് കിട്ടാനുള്ളത് കിട്ടും. അള്ളാഹുവിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, ജുമാക്ക് നേരത്തെ എത്തുന്നതിനോ അതേപോലെ തന്നെ ദീനിയായി നമസ്കാരത്തിന്റെ വിഷയത്തിലും മറ്റ് ദീനി വിഷയങ്ങൾക്കൊന്നും ദുനിയാവ് നമുക്ക് എന്താകാൻ പാടില്ല, വിലങ്ങ് തടിയാൻ പാടില്ല. അങ്ങനെ ആവുന്നുണ്ടെങ്കിൽ നാളെ ഖേദിക്കേണ്ടി വരും. നല്ല കച്ചവടം ഒഴിവാക്കിയിട്ട്, നല്ല കച്ചവടം, ലാഭം കിട്ടുന്ന കച്ചവടം ഒഴിവാക്കിയിട്ട് ലാഭം കിട്ടാത്തതിന്റെ പിന്നാലെ പോയി ഖേദിക്കുന്ന അവസ്ഥ നമുക്കുണ്ടായിരിക്കും. നമുക്കൊന്നും തടസ്സാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ ഉൾക്കൊള്ളാനുള്ള മനസ്സ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു അവന്റെ ആബിദീങ്ങളുടെ കൂട്ടത്തിൽ നമ്മെ അവനെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അന്നഹു ദക്കറ സ്വലാത യൗമൻ. ഒരിക്കൽ നമസ്കാരത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഹാഫള അലൈഹാ കാനത് ലഹു നൂറൻ വ ബുർഹാനൻ വ നജാതൻ യൗമൽ ഖിയാമ. ഒരാൾ നമസ്കാരത്തെ സൂക്ഷിച്ചാൽ, നിസ്കരിച്ചാൽ എന്ന് പറഞ്ഞില്ല, നമസ്കാരത്തെ യഥാവിധം കൊണ്ടു നടന്നാൽ, കൃത്യം സമയം പാലിക്കുന്നു, നിസ്കരിക്കുന്നത് അവന്റെ റൂഹോടുകൂടിയാണ്,
കേവലം ഒരു ആക്ഷൻ അല്ല, റൂഹോട് കൂടിയാണ്. ചൊല്ലിപ്പറയുന്നതിന്റെ അർത്ഥമറിയാം, ഫാത്തിഹയുടെ സൂറത്തിന്റെ അർത്ഥം അറിയാം. ഇത്ര കാലമായിട്ട് പഠിക്കാൻ തൗഫീഖ് കിട്ടാഞ്ഞാൽ നമ്മൾ വലിയ നിർഭാഗ്യവാന്മാരാണ്, ദൗർഭാഗ്യവാന്മാരാണ്. എത്ര റക്കാത്തുള്ള നിസ്കാരാണെങ്കിലും ഒരു റക്കാത്തുള്ളത് പഠിച്ചാൽ മതി. സുജൂദ് എല്ലാം അതന്നെ. വ്യത്യസ്ത പ്രാർത്ഥനകൾ ഉണ്ടെങ്കിലും ഏത് സുജൂദിന് ഒരു പ്രാർത്ഥനയാണ് ചെല്ലുന്നത് എങ്കിൽ അത് പഠിച്ച് അതിന്റെ അർത്ഥം പഠിച്ച് പ്രാരംഭ പ്രാർത്ഥന പഠിച്ചു, അത്തഹിയ്യാത്തിന്റെ ആശയം മനസ്സിലാക്കി മനസ്സിലേക്ക് കൊണ്ടുവന്ന് നിസ്കരിച്ച് റൂഹോടുകൂടിയുള്ള നിസ്കാരം. അങ്ങനെ നിസ്കരിക്കുന്ന ആളുകൾ, സമയം തെറ്റാത്ത അതേപോലെ തന്നെ കൃത്യമായി പാലിച്ചുകൊണ്ട് നിസ്കരിക്കുന്ന ആളുകൾക്ക് ഖിയാമത്ത് നാളിൽ ആ നമസ്കാരം പ്രകാശവുമായിരിക്കും, അവന് വലിയ തെളിവായിരിക്കും. അവന് അനുകൂല തെളിവാണ്. കോടതി, ഖിയാമത്ത് നാൾ കോടതിയാണ്. കോടതിയിൽ അനുകൂല തെളിവിന്റെ ആളാണ്. എതിർഭാഗം വക്കീലുണ്ടാവില്ല. വക്കീലുണ്ടായിട്ട് കാര്യമില്ല, ഇവിടെ ആളുണ്ട്. ഇവിടെ നമസ്കാരം എന്ന ഏറ്റവും വലിയ വക്കീൽ ഇവിടെ വാദിക്കാൻ അവിടെ നിൽക്കുന്നുണ്ട്. അവന് അനുകൂല തെളിവായിരിക്കും. അതേപോലെ തന്നെ വനജാതൻ യൗമൽ ഖിയാമ. പിന്നെ അടുത്ത സ്റ്റെപ്പ് വിജയമാണ്, സ്വർഗത്തിലേക്കാണെന്ന് അർത്ഥം. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വമൻ ലം യുഹാഫിള അലൈഹ, ഒരാൾ നമസ്കാരം ശ്രദ്ധിച്ചില്ല, നിസ്കരിച്ചില്ല എന്നല്ല, നിസ്കാരം ഈ പറഞ്ഞ രീതിയിൽ ശ്രദ്ധിച്ചില്ല. ഒരീസുണ്ട്, ഒരീസില്ല, ചിലപ്പുണ്ട്, ചിലപ്പില്ല. പറ്റുകയാണെങ്കിൽ ജമാഅത്തിലേക്കാണ് പോവും. അതേപോലെ തന്നെ നിസ്കാരം ഒരു കാട്ടിക്കൂട്ടിൽ ഒരു കടമയക്കല്. ഇങ്ങനെയുള്ളവരെ ആളുകളെ നിസ്കരിക്കാത്ത ആൾക്കാർ, ഇങ്ങനെയുള്ള ആളുകളാണെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ലം യുഹാഫിള അലൈഹ ലം യകുൻ ലഹു നൂറുൻ വ ബുർഹാനും വലാ നജാത്ത്. അവന് ഖിയാമത്ത് നാളിൽ ഇരുട്ടായിരിക്കും. മുനാഫിക്കുകൾക്ക് ഇരുട്ടാണ്. ഉൻദുറൂന നകുബ്ത ബിസ്മിൻ നൂരിക്കും. മുസ്ലിമീങ്ങളോട് മുഅ്മിനീങ്ങളോട് മുനാഫിക്കുകൾ പറയും, നിങ്ങളൊന്ന് നിൽക്കി, ഞങ്ങൾ ഇരുട്ടിൽ തപ്പിത്തടയാണ്, നിങ്ങളുടെ പന്തത്തിൽ നിന്ന് ഞങ്ങളൊന്ന് കൊളുത്തിയെടുക്കട്ടെ, നിങ്ങളുടെ വെളിച്ചത്തിൽ നിന്ന് ഞങ്ങൾ കുറച്ച് വെളിച്ചം തരൂ, ഞങ്ങൾ ഈ ഇരുട്ടിൽ തപ്പുകയാണ്. മുനാഫിക്കീങ്ങൾ, അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാവട്ടെ. നരകത്തിന്റെ താഴെ തട്ടിലുള്ള ആളുകളാണ് അവർ. അവരെ നമസ്കാരത്തെക്കുറിച്ച് അല്ലാഹു പറഞ്ഞു, അവർ നമസ്കാരത്തിൽ, അവർ നിസ്കരിക്കുന്നുണ്ട്, അവർ നമസ്കാരത്തിൽ അല്ലാഹനെ ഓർക്കാത്ത ആൾക്കാരാണ്. കുറച്ചേ ഓർക്കുന്നുള്ളൂ. വലാ യദ്കുറൂനല്ലാഹ ഇല്ലാ ഖലീല. ആ ആയത്തുകളൊക്കെയാണ് നമ്മൾ ഭയപ്പെടുത്തേണ്ടത്. നമസ്കാരത്തിൽ കുറച്ചെങ്കിലും ഓർക്കുന്നുണ്ട് ആര്? മുനാഫിക്കുകൾ. അതേപോലെ തന്നെ നമസ്കാരത്തിന് ബാങ്ക് വിളിച്ചാൽ, നമസ്കാരത്തിൽ നിന്നാൽ ഭയങ്കര ഒരു എടുങ്ങാറ്. ഞാൻ നിസ്കരിക്കണല്ലോ, ലോറാണ് നിസ്കരിക്കണല്ലോ, ജുമാക്കാണ്ട് പോകണല്ലോ, നിസ്കാരം എടുങ്ങാറ്. നബിയോ സഹാബത്തോ ആസ്വദിക്കാം. നിസ്കാരം എടുങ്ങാറായ ആളുകൾ, ഇന്നഹാലക ബീറത്തുൻ ഇല്ലാ അലൽ ഖാശീൻ, ഖുശൂഉള്ള ആളുകൾ ആണോ അവർക്കത് ആസ്വാദനാണോ, അല്ലാത്തവർക്ക് ഇടങ്ങാറാണ്. നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മൾക്ക് എങ്ങനെയാണ്? നമ്മുടെ മക്കൾ, നമ്മുടെ ഭാര്യമാർ, നമ്മുടെ ഭർത്താക്കന്മാർ. എന്നിട്ട് റസൂലുള്ളാഹി പറയാണ്, അവന് പിന്നെ ഖിയാമത്ത് നാളിൽ ഇരുട്ടായിരിക്കും, പ്രകാശമുണ്ടാവുകയില്ല, അവന് പ്രതികൂലമായ തെളിവായിരിക്കും, അവന് പരാജയവുമായിരിക്കും. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, വകാന യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അവൻ പുനർജനിപ്പിക്കപ്പെടുന്നത് അവൻ ആരുടെ കൂടെയായിരിക്കും? മഹാധിക്കാരിയായ കാറൂനിന്റെ കൂടെയായിരിക്കും. കാറൂൻ ആരാണ്? കാറൂൻ മൂസാ നബിയുടെ കാലഘട്ടത്തിലെ ധനാഢ്യനായിരുന്നു, മഹാധിക്കാരിയായിരുന്നു, തോന്നിവാസിയായിരുന്നു, അഹങ്കാരിയായിരുന്നു. അവന്റെ കൂടെയായിരിക്കും. ഫിർഔനിന്റെ കൂടെയായിരിക്കും. ഫിർഔനിന്റെ മന്ത്രിയായ തോന്നിവാസിയായ ധിക്കാരിയായ ഹാമാന്റെ കൂടെയായിരിക്കും. റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിൽ സഹാബികളുടെ കൂട്ടത്തിൽ, മക്കാ മുശ്രിക്കുകളുടെ കൂട്ടത്തിൽ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശത്രുക്കളുടെ കൂട്ടത്തിൽ ഏറ്റവും തോന്നിവാസിയായ മനുഷ്യൻ ഉബയ്യ് ഇബ്നു ഖലഫ്, അവന്റെ കൂടെയായിരിക്കും. ലോകം കണ്ട ഏറ്റവും വലിയ ടോപ്പ് ലെവൽ ഹറാമികളുടെ പേര് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവരെ കൂടെയായിരിക്കും. എന്നിട്ട് ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് മഹാനായ പണ്ഡിതൻ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, താരിഖുൽ മുഹാഫളതി അലസ്സലാഹ്, നമസ്കാരത്തെ ഉപേക്ഷിക്കുന്ന മനുഷ്യൻ ഇമ്മാ യുഷ്ഗലുഹു മാലുഹു, അവന്റെ ധനമാണ്, അല്ലെങ്കിൽ അവന്റെ അമലാണ്, അല്ലെങ്കിൽ അവന്റെ അധികാരമാണ്, അല്ലെങ്കിൽ അവന്റെ കച്ചവടമാണ് അവനെ നമസ്കാരത്തിൽ നിന്നും ഷുഗലിലാക്കുന്നത്, നമസ്കാരത്തിൽ നിന്നും തെറ്റിക്കുന്നത്, സമയം തെറ്റിക്കുന്നത്, അതേപോലെ തന്നെ ലാഗടിപ്പിക്കുന്നത് എന്നുണ്ടെങ്കിൽ, ഫമൻ ശഗലഹു അൻഹാ മാലുഹു, ഒരു മനുഷ്യന്റെ സമ്പത്താണ് അവൻ കൃത്യമായി നമസ്കാരം നിലനിർത്താൻ അവന് തടസ്സമായത് എങ്കിൽ ഫഹുവ മഹ കാറൂൻ, അവൻ കാറൂന്റെ കൂടെയാണ്. കാറൂൻ വലിയ സമ്പത്തിന്റെ ആളായിരുന്നു. ഈ സമ്പത്ത് അള്ളാന്റെ മാർഗത്തിൽ ജീവിക്കുന്നതിൽ നിന്നും, അള്ളാന്റെ മാർഗത്തിൽ അള്ളാഹ്ക്ക് പൊരുത്തമുള്ള ജീവിക്കുന്നതിൽ അവനെ തെറ്റിച്ചു. അവൻ കാറൂന്റെ കൂടെയാണ്. ഒമൻ ശഗലഹു, ആരെങ്കിലും അൻഹാ മുൽക്കുഹു, അവന്റെ അധികാരമാണ് ഒരാൾക്ക് തടസ്സമായത്, അവൻ ഫിർഔന്റെ കൂടെയായിരിക്കും. ഒമൻ ശഗലഹു അൻഹാ റിആസതുഹു, അവന്റെ നേതൃത്വമാണ് ഒരാൾക്ക് അവനെ നിസ്കരിക്കുന്നതിൽ നിന്നും തടസ്സമായത് എങ്കിൽ
അതേപോലെ അവൻ ഖാറൂൻ, അവൻ ഹാമാന്റെ കൂടെയായിരിക്കും. ഒമൻ ശഗലഹു അൻഹാ ഫഹുവ തിജാറത്തുഹു, ഒരാളുടെ കച്ചവടമാണ് അയാൾക്ക് പള്ളിയിലേക്ക് എത്താൻ നമസ്കരിക്കുന്നതിന്, അതേപോലെ തന്നെ നമസ്കാരത്തിൽ കൃത്യത പാലിക്കുന്നതിന് കച്ചവടമാണ് തടസ്സമായതെങ്കിൽ വലിയ കച്ചവടക്കാരനായ ഉബയ്യ് ഇബ്നു ഖലഫിന്റെ കൂടെ ആയിരിക്കും. അതാണ് ആ പറഞ്ഞതിന്റെ ഉദ്ദേശം. വല്ലാത്തൊരു ശർഹാണത്. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മൾ ഏറെ ശ്രദ്ധിക്കേണ്ട ഇബാദത്താണ്. ഈ ഇബാദത്ത് കൃത്യമാണെങ്കിൽ എല്ലാം കൃത്യമാണ്, നമ്മുടെ എല്ലാം ഉള്ളും പുറവും കൃത്യമാണ് എന്നാണ് ഈ ആയത്തുകളും ഹദീസുകളും എല്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. നമ്മുടെ മക്കളുടെ നമസ്കാരത്തിന്റെ കാര്യം, ഇണതുടകളുടെ നമസ്കാരത്തിന്റെ കാര്യം ഒക്കെ ശ്രദ്ധിച്ചാൽ എല്ലാവരും ക്ലിയറായി പോകും, വീട് നന്നായി പോകും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ല നമസ്കാരക്കാരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രവാചകന്മാരടക്കം പ്രാർത്ഥിച്ചത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പ്രാർത്ഥന കാണാൻ പറ്റും. റബ്ബി ജഅൽനി മുഖീമസ് സ്വലാത്തി വമിൻ ദുർരിയതി, പടച്ചോനെ എന്നെയും എന്റെ മക്കളെയും നമസ്കാരം നിലനിർത്തുന്ന ആളുകളിൽ ഉൾപ്പെടുത്തണേ എന്ന് ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിലക്ക് പ്രാർത്ഥിക്കാനും ആ നിലക്കുള്ള ഏറ്റവും നല്ല നമസ്കാരം നിലനിർത്തുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ നമ്മുടെ മക്കളെയും എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മൾ ചെയ്തിട്ടുള്ള തെറ്റുകളും കുറ്റങ്ങളൊക്കെ പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. നമ്മളിൽ നിന്ന് മരിച്ചുപോയ ആളുകൾക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി അവരെയും നമ്മളെ അവന്റെ ജന്നാത്തിൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിൽ കൂട്ടത്തിൽ ശാരീരികമായും മാനസികമായും ഒക്കെ പ്രയാസം അനുഭവിക്കുന്ന ഒരുപാട് ആളുകളോട് അവരുടെ പ്രയാസങ്ങൾ അല്ലാഹു നീക്കി കൊടുക്കുമാറാവട്ടെ. നമ്മുടെ കമ്മു ഹാജി, അദ്ദേഹം വളരെ ബുദ്ധിമുട്ടിലാണ്, രോഗത്തിലാണ് എന്നൊക്കെ അറിയാൻ സാധിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് ഖൈറും അതേപോലെ തന്നെ അദ്ദേഹത്തിന് ശിഫാവിനെയും പ്രദാനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم أجرنا من النار وأدخلنا الفردوس يا رب العالمين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله وسلم على خير خلقه محمد وعلى آله وصحبه وسلم تسليما كثيرا والحمد لله رب العالمين.